ഹലോ, വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ് ആണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 12ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററും കൂടെ കഴിഞ്ഞാൽ നമുക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യാം. 5ാം ക്ലാസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടു പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് പ്രകൃതിയുടെ വരദാനം എന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റിൽ ആദ്യം തന്നെ നമുക്കൊരു വിവരണം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വെറും 21 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള നൗറു എന്ന ദ്വീപിനെ വിശ്വവിഖ്യാത മാസിക നാഷണൽ ജിയോഗ്രഫിക് 1976 വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നമുക്ക് നോട്ട് ചെയ്യാനുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ നാഷണൽ ജിയോഗ്രഫിക് 1976 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് ഏത് ദ്വീപിനെയാണ്? നൗറു ദ്വീപിനെയാണ്. നൗറു ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വിസ്തൃതി ചോദിക്കുകയാണെങ്കിൽ 21 ചതുരശ്ര കിലോമീറ്റർ ആണ് നൗറു ദ്വീപിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിറയെ പച്ചപ്പുള്ള ഈ ദ്വീപ് ഒരിക്കൽ നിരവധി ദേശാടന പക്ഷികളുടെ അഭയകേന്ദ്രമായിരുന്നു. എന്നാൽ ഇന്ന് നൗറു ഒരു തരിശുഭൂമിയാണ്. ദ്വീപിലെ വിഭവങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. എങ്ങും പവിയപ്പുറ്റുകൾ മാത്രം എഴുന്നു നിൽക്കുന്ന വിജനഭൂമി. എന്തുകൊണ്ട് നൗറു ഇങ്ങനെയായി എന്നറിയണ്ടേ? രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ സമ്പന്നമായിരുന്നു നൗറു. 1888 ജർമ്മനി അവിടെ കോളനി സ്ഥാപിച്ച് ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയതോടെ ദ്വീപിൻ്റെ ദുരവസ്ഥ തുടങ്ങി. 1ാം ലോക യുദ്ധാനന്തരം ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളും അവിടെ ഖനനം ആരംഭിച്ചു. ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ നൗറു ഒരു സമ്പന്ന രാജ്യമായി മാറിയിരുന്നു. എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഖനനം അവിടുത്തെ സസ്യാവരണം ഇല്ലാതാക്കി. അതോടെ പക്ഷികളും ജന്തുക്കളും ഒക്കെ നാമാവശേഷമായി. നൗറുവിൻ്റെ പരിസ്ഥിതി തന്നെ മാറി. ഫോസ്ഫേറ്റ് നിക്ഷേപവും അധികം താമസിയാതെ തീർന്നു. അങ്ങനെ നൗറു ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായി എല്ലാ അർത്ഥത്തിലും. ഇതിൽ നമ്മൾ ഈ നൗറുവിനെ പറ്റിയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഈ ഒരു നൗറുയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് എന്താണ്? ഈ ഒരു ഫോസ്ഫേറ്റ് ഖനനമാണ്. അതായത് പ്രകൃതിയിൽ ഉണ്ടായിരുന്നുള്ള വിഭവം നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പ്രകൃതി വിഭവങ്ങളെയൊക്കെ പറ്റിയിട്ട്. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് പറയുന്നു. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില വിഭവങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ശിലകൾ, ജലം, മണ്ണ്, കാറ്റ്, ധാതുക്കൾ, സൂര്യപ്രകാശം. ഇതൊക്കെ എന്താണ്? പ്രകൃതി വിഭവങ്ങളാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. ഈ പറഞ്ഞതൊക്കെ എന്താണ്? നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഉപയോഗയോഗ്യവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാണ് നമ്മൾ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഭവങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി. ഇതിൽ തന്നെ ജീവനുള്ള വിഭവങ്ങളെ നമ്മൾ ജൈവ വിഭവങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജൈവ വിഭവങ്ങൾ എന്നും പറയും. ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്. എന്നാൽ മറ്റു ചില വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 5ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ തനിക്കു വേണ്ടി മാത്രമുള്ളതെന്ന ധാരണയിൽ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇത് അമിതമായ വിഭവ ശോഷണത്തിന് വഴിതെളിച്ചു. അനിയന്ത്രിതമായ ഉപയോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നഷ്ടമാവുകയും പ്രകൃതിയുടെ തനതായ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ വിഭവശോഷണം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പം പറഞ്ഞല്ലോ, ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം അതിലുണ്ടാവുന്ന അളവിലും അതേപോലെ ഗുണത്തിലും ഉണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ വിഭവശോഷണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രസംഗത്തിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഭാവിയിൽ നമുക്ക് നേരിടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. അത് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഫാക്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ നടത്തിയിട്ടുള്ളൊരു പ്രസംഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം അല്ലേ? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന
നടന്നത് എവിടെ വെച്ചിട്ടാണ്? 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ നടന്നിട്ടുള്ള ഒരു പ്രസംഗമാണ്. ഈ പ്രസംഗം നടത്തിയത് സെവൻ കുളിസ് സുസുക്കി എന്ന കാനഡക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയുടെ പ്രസംഗത്തിൽ ഒരു പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് കണ്ടതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫാക്റ്റാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്, ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. മനുഷ്യൻ്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് ഡോഡോ എന്ന് പറയുന്നത്. ഡോഡോ പക്ഷി കേട്ടിട്ടില്ലേ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടുവന്നിരുന്ന ഈ പക്ഷികളെ മാംസത്തിനു വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ഭൂമുഖത്ത് നിന്ന് അവ അപ്രത്യക്ഷമായി. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്ന് പോയവയാണ്. ഇനി ഓരോ വർഷവും ഏകദേശം 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യൻ ഉപയോഗിക്കുന്നതായാണ് കണക്ക്. ഓരോ സെക്കൻഡിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ മനുഷ്യൻ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. ഈ സ്ഥിതി തുടർന്നാൽ 2020 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള വനഭൂമിയുടെ പകുതി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കൂ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സത്യമാണല്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഈ വിഭവങ്ങൾ എങ്ങനെയാണ് സംരക്ഷിച്ച് വെക്കാന്ന് വെച്ചാൽ, വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം. പിന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ട 2 ഡേറ്റ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, പിന്നെ ലോക ഭൗമദിനം എന്നാണ്. ഏപ്രിൽ 22-നാണ് ലോക ഭൗമദിനം. അതും കൂടെ പഠിച്ചു വെക്കണേ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഇനി കുറച്ച് നിയമങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. വിഭവ സംരക്ഷണവും ഇന്ത്യയിലെ നിയമങ്ങളും. ഈ വിഭവങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഉള്ള നിയമങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരുണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ ഈ നിയമങ്ങൾ നിലവിൽ വന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും 51AG വകുപ്പും. നോട്ട് ചെയ്ത് വെക്കണേ. ഏതൊക്കെ വകുപ്പുകളിലാണ് പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് പറയുന്നത്? ഏതൊക്കെ വകുപ്പുകളാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും അതേപോലെ 51AG വകുപ്പുമാണ്. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ രണ്ടാമത്തേത് പരിസ്ഥിതി സംരക്ഷണ നിയമം, 3 ജല നിയമം, 4 വന സംരക്ഷണ നിയമം, 5 വായു നിയമം, 6 ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. ഇത്രയൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി വിഭവ സംരക്ഷണം കേരളത്തിൽ പെരിയാർ നദീ സംരക്ഷണത്തിനു വേണ്ടിയുള്ള മുന്നേറ്റം 1999-ൽ ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും നിരവധി നിയമങ്ങൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് നെൽവയൽ സംരക്ഷണ നിയമം, തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നിവയൊക്കെ. ഇനി നമുക്ക് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റും കൂടെ പഠിക്കാനുണ്ട്. വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അതായത് ഈ പ്രകൃതി വിഭവങ്ങളുടെ കേസ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്താണ് അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്, അതേപോലെ അതിൻ്റെ ഗുണത്തിലും കുറവ് വരുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാവിയിലുള്ളൊരു തലമുറയ്ക്ക് എന്ത് ചെയ്യില്ല, നമ്മളിപ്പം അനുഭവിക്കുന്ന അത്ര പ്രകൃതി വിഭവങ്ങൾ അവർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാനായിട്ട് വരുന്ന തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പ്രകൃതി വിഭവങ്ങൾ കിട്ടത്തക്ക രീതിയിൽ, എന്നാൽ നമ്മുടെ ആവശ്യങ്ങളും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റുന്ന രീതിയിൽ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനം, അതിനാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പിന്നെ ഗാന്ധിജിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ലതാനും. ഇതാണ് ഗാന്ധിജിയുടെ കോട്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ലതാനും എന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. ഇനി വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമ്മറി ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തത് നോക്കാം. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കൾ വിഭവങ്ങൾ എന്നറിയപ്പെടുന്നു.
പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമായതും ചിലത് ഉപയോഗമനുസരിച്ച് തീർന്നു പോകുന്നവയുമാണ്. ഇവ യഥാക്രമം പുനഃസ്ഥാപിക്കപ്പെടുന്നവ, പുനഃസ്ഥാപിക്കപ്പെടാത്തവ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അനിയന്ത്രിതമായ ഉപയോഗം മൂലം സംഭവിക്കുന്ന വിഭവങ്ങളുടെ അളവിലും ഗുണനിലവാരത്തിലുമുള്ള കുറവാണ് വിഭവ ശോഷണം. വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണം. വരും തലമുറകളുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിനായി വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. സോ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല, ഒരു ചെറിയ ചാപ്റ്ററാണ്. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്, ഈ ടേംസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതേപോലെ ഈ കോട്ട്, ഗാന്ധിജിയുടെ കോട്ട്, പിന്നെ ഡേയ്സ്, ജൂൺ 5 പരിസ്ഥിതി ദിനം, ഏപ്രിൽ 22 ലോക ഭൗമദിനം, ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തോടെ എന്ത് ചെയ്തു, നമ്മൾ 5ഉം 6ഉം ക്ലാസ് സോഷ്യൽ സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.